ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലും നേന്ത്രപ്പഴവും ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാൽവാഴക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനായിട്ട് ഞാനിപ്പം ഇതുപോലെ അരക്കപ്പളവിൽ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതുപോലെ വലിയ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ചവ്വരിയാണെങ്കിൽ അതെടുത്താലും മതിയാകും. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട്. നോർമൽ നമ്മുടെ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിരിക്കുന്ന ആ ചവ്വരി ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ചവ്വരി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് വെന്ത് കിട്ടുന്ന പരുവമെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ചവ്വരി ഇടുന്ന സമയത്ത് ഇതുപോലെ വെള്ള കളറിലല്ലേ ഉണ്ടാവുന്നത്. ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ലതുപോലെ ഇത് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടും. ഇതിപ്പോൾ ചവ്വരിയൊക്കെ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് പഴുത്ത് ഉടഞ്ഞു പോയിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കല്ലേ, അതുപോലെ തന്നെ ഒരുപാടങ്ങ് പഴുക്കാത്ത പഴവും എടുക്കരുത്. ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കനം കുറച്ചരിഞ്ഞെടുക്കരുത്. ഈ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. മുന്തിരിയൊക്കെ ഇവിടെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിൽ നിന്നും ഒന്ന് മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതാണ് പാലെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി അത് മുഴുവനായും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിന് പകരം ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കുറുക്കിയെടുക്കുന്നത്. ഇതൊന്ന് തണുത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽവാഴയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്